ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 4ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എന്തൊക്കെ സിംറ്റംസ് ആണ് എനിക്ക് പീരീഡ്സ് മിസ്സാവുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്കൊന്ന് വീഡിയോയ്ക്ക് പോയാലോ. നമ്മൾ 3ാമത്തെ ആഴ്ചയിലെ വീഡിയോയിൽ പറഞ്ഞു പ്രഗ്നൻസിയിൽ കൺഫേം ആയിട്ടുണ്ടാവും എന്നുള്ളത്. എഗ്ഗും സ്പെർമും കൂടി കൂട്ടി യോജിച്ച് ഒരു എംബ്രിയോ ആയി അത് നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റ് ആയിട്ടുണ്ടാവുന്നു. പക്ഷേ ഇങ്ങനെ ഇംപ്ലാന്റ് ആയി പ്രഗ്നൻസി ഉള്ളിൽ കൺഫേം ആയാലും ഒരാൾക്കും ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്ന് സ്വയം അറിയാൻ പറ്റില്ല, അതുപോലെ തന്നെ പുറമേ നോക്കിയാലും അറിയാൻ പറ്റില്ല. നമ്മുടെ എംബ്രിയോൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു തിക്കായിട്ടുള്ള പ്ലേസിൽ അത് ഇംപ്ലാന്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ എംബ്രിയോനെ കവർ ചെയ്ത് നിർത്തിയേക്കാണ് ഇപ്പോൾ. ഇനി എല്ലാവർക്കും സംശയം ഉണ്ടാവും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്തിനാണെന്നുള്ളത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കുഞ്ഞ് വളരുന്നത്. അടുത്തതായി നമുക്ക് അമ്മയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ആഴ്ചയുടെ അവസാനത്തോടെയാണ് നമുക്ക് പീരീഡ്സ് ആവുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് പീരീഡ്സ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാം. അടുത്തതായി നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് കട്ടി വെച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൻ്റെ വലിപ്പം കൂടി വരും. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിൽ ഈ 4ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഭിത്തിയിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് കുറേ രക്തക്കുഴലുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വരുന്ന പോഷകങ്ങളെല്ലാം ഈ ഭ്രൂണം സ്വീകരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പോഷകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഭ്രൂണം സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വലുതാവാനായിട്ട് തുടങ്ങും. തുടക്കത്തിൽ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, പിന്നെ ഇത് 3 പാളിയായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്ന ഈ പാളികളാണ് കുഞ്ഞിൻ്റെ ഓരോരോ അവയവങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ 4ാമത്തെ ആഴ്ചയുടെ അവസാനത്തോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കടുകുമണികൾക്ക് വലിപ്പം ഉള്ള ഒരു സെല്ലായിട്ട് നമുക്ക് മൊത്തം കാണാൻ പറ്റും. അങ്ങനെ ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഭ്രൂണം. ഓക്കെ, നമുക്കിനി ഈ ആഴ്ചയിൽ മെയിനായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടേ എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്തിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നേക്കാം എന്ന് പറഞ്ഞിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഇനി ഡോക്ടറെ അടുത്ത് പോവാതെ തന്നെ ആസ്പിരിൻ, അതുപോലെ ഉറക്ക ഗുളിക, വയറിളക്കത്തിനുള്ള ഗുളിക, ഇങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് മാക്സിമം ഇത് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, ഇതിങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ പ്രഗ്നൻസിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രഗ്നൻസിനെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം കെയർ ചെയ്തതിന് ശേഷം മാത്രം, ഡോക്ടറെ അടുത്ത് പറഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തൊക്കെ സിംറ്റംസാണ് പേഴ്സണലി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാൻ. ഓരോരുത്തർക്കും ഓരോ തരം സിംറ്റംസ് ആയിരിക്കും. എല്ലാവർക്കും ഈ സിംറ്റംസ് ഉണ്ടാകണമെന്നൊന്നുമില്ല. സിംറ്റംസ് ഇല്ലാത്തവർക്കും ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവും. ഇനി സിംറ്റംസ് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ കുറേയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ആകാംക്ഷ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ആകാംക്ഷ കൂടുന്തോറും നമ്മുടെ സിംറ്റംസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ കൺസെപ്ഷൻ നടക്കും. ഈ കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പെർമും തമ്മിൽ കൂടിച്ചേരുന്നതിനെയാണ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. കൺസെപ്ഷൻ കഴിഞ്ഞ് അപ്പം തന്നെ മിക്ക സ്ത്രീകളിലും കാണാൻ സാധ്യതയുള്ള ഒരു സിംറ്റമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ നല്ലപോലെ കൂടും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനെ തിക്കനാക്കാൻ സഹായിക്കുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്.
നമ്മുടെ പ്രഗ്നൻസിനെ നിലനിർത്തുന്നതും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ മൂലമാണ്. ഇനി നമ്മൾ പ്രഗ്നൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും, യൂട്രസിൻ്റെ തിക്നെസ് കുറയും, അങ്ങനെ നമുക്ക് പീരീഡ്സ് വരികയും ചെയ്യും. ഇനി നമുക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആകാതെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകും. ഈ പീരീഡ്സ് ആവാണ്ട് പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കഴിയുമ്പോൾ തന്നെ മിക്ക ഡോക്ടർമാരും നമ്മുടെ അടുത്ത് പറയുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മെഡിസിൻ കഴിക്കാനായിട്ട്. എൻ്റെ അടുത്തൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാരണം പ്രഗ്നൻസി കൺഫേം ആയിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് ആവാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഓവുലേഷൻ്റെ കിറ്റ് ചെക്ക് ചെയ്തിട്ട് ഓവുലേഷൻ ഡേ ഒക്കെ ആകുമ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മെഡിസിൻ ഡോക്ടർ പറയുന്ന അളവിൽ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഡോക്ടറുടെ അടുത്ത് ചോദിക്കാണ്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പീരീഡ്സ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രഗ്നൻസി അലസി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ ആ സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞ സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ മരുന്ന് കഴിക്കാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഓവുലേഷൻ കഴിഞ്ഞ് പ്രഗ്നൻസി കൺഫേം ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും പ്രഗ്നൻസി കൺഫേം ആവുന്നത് നമ്മുടെ ബോഡിയിലുള്ള HCG ഹോർമോൺ കൂടുന്നത് കൊണ്ടല്ലേ എന്ന്. പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള സിംറ്റംസൊക്കെ വരാൻ കാരണം ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഇനി എനിക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓവുലേഷൻ ഡേ കഴിഞ്ഞ് അന്ന് മുതൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ഉള്ളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ, ഈ നട്ടലിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇടുപ്പിൻ്റെ ഭാഗത്ത് ചെറിയ വേദന ഉണ്ടായിരുന്നു. അതുപോലെ യൂട്രസ് വലുതാവുന്നതിന് ഭാഗമായിട്ടായിരിക്കും എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വലിയ പ്രതീക്ഷ കൊടുത്തിട്ട് നമ്മളത് ഇല്ല എന്നറിയുമ്പോൾ ഭയങ്കര ദുഃഖത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇരിക്കണ്ട, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓവുലേഷന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സിംറ്റംസാണ് ഉണ്ടായിരുന്നേ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക്